എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? നിങ്ങൾ കാണിച്ചൊക്കെ ശരിയാണെന്നാണോ? അതല്ല, അവന്റെ ഫീലിങ്സ് കൂടി ഒന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ ഫീലിങ്സ് മറ്റുള്ളവർ മനസ്സിലാക്കണം, പക്ഷെ മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കില്ല അല്ലേ? അല്ല, അത് നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടെന്ന്. നിങ്ങൾ കേട്ടില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുന്നോ? തെറ്റാണോ ശരിയാണോ എന്തോ. ഇപ്പൊ അവളുടെ കല്യാണം തീരുമാനിച്ചു. രാജീവ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇൻഫാക്ട് അവന്റെ കൂടെ അവൾ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ഇപ്പൊ പോയി നിങ്ങളുടെ സത്യാവസ്ഥ അവളോട് പറയാൻ പറഞ്ഞാ എങ്ങനെ സാധിക്കും? ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരേ ഒരു തവണ. ഫ്രണ്ട്ഷിപ്പിന് മാനിച്ചാ നിങ്ങൾ വിളിച്ചപ്പോ ഞാനിവിടെ വന്നത്. നീ പോകാൻ പാടില്ലായിരുന്നു. മനസ്സൊക്കെ നീ ആരെ സപ്പോർട്ട് ചെയ്യണോ? അവള് കാണിച്ചത് കറക്റ്റ് എന്ന് പറയണോ? ഐ കാൺട്ട് ബിലീവ് ദിസ്. 5 നാൾ ഒരു പെണ്ണിനോട് ഇടപഴകിയിരിക്കുന്നു. അവന് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് പറഞ്ഞില്ലേ? വാസുകി, ഞാൻ അതേപറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നു. നിനക്കൊണ്ട് പറ്റുമോ? അവന് നിന്നെ ഇഷ്ടമാണ് റീന. ഹീസ് എ വെരി നൈസ് ഗൈ. എടുക്കട വേഗം. ഹലോ ചൊക്കനിങ്ങം, രാജേഷിനോട് ഇനി ഫോൺ ചെയ്തതെന്ന് പറയണം. എന്താ? റീന ഉറപ്പായിട്ട് സംസാരിക്കില്ല. രാജീവ് ഇവിടെ ഉണ്ട്. വെഡിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവാ. നോക്കിയോ? നോക്ക്, നിങ്ങൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തെ വീട്ടിലെ രവിയെ പിടിച്ചടിച്ചു. നോ, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാജേഷിനോട് അവളെ മറന്നേക്കാൻ പറയൂ. ഓക്കെ? എന്താ പറഞ്ഞോളൂ? ഇവളെന്ത് പ്രത്യേകിച്ച് പറയാനാണ്? അവള് പറഞ്ഞു തന്നെ ഇവള് പറഞ്ഞു. നോക്ക്, ഇനി മുതൽ ഇവള് പറഞ്ഞത് സുബ്രഹ്മണ്യം പറഞ്ഞത് എല്ലാം മറന്നുകളാ. നമ്മുടെ ശത്രു അവനാണ്, ആ അമേരിക്കക്കാരൻ. അവനാണ് നിന്റെ കൺഫ്യൂഷനും പ്രോബ്ലം എല്ലാം. നേരെ പോകാം, അവനോട് കാര്യം പറയാം. പെട്ടിങ് എടുക്കരുത് പോരെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവനെ പാക്ക് വിടാ. വാതിൽ പറഞ്ഞ അകത്തേക്ക് വേടാ. ഡേയ്, ഇവിടെ ആരുടെ അമേരിക്ക തോന്നാൻ? എവിടെ അവൻ? ഇറങ്ങി വാഴപ്പുറത്തേക്ക്. പേര് തൊണ്ടന്മാരെ, അല്ലെങ്കിൽ ഈ മാസിയൊക്കെ ഞങ്ങൾ കീർക്കളയും. ഇന്ത്യ നിന്റെ പെങ്ങളെ കെട്ടിച്ചു തരുമോ? ഡേയ്, ഇത് ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യ. നീ ആരാ അമേരിക്ക തോന്നുന്ന അലവിലാതി? എന്താ അവന്റെ പേര്? രാജീവ്. രാജീവ്, നീ ആരാടാ? പറയാ. ഓ, ഇവനാണല്ലേ അവൻ. അമേരിക്കയിൽ നിന്ന് കുറ്റിയും പറിച്ചോണ്ട് പോന്നാണല്ലേ. ഹലോ, ഇവിടെ നോക്കടാ. നിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നാണ്. അതെന്താ അവിടെ കാണുന്നത്? ഡബിൾ ബെഡ്റൂമാ? അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടല്ലോ. ആ AC റൂമിൽ ഇരുന്ന് സംസാരിക്കണോ അതോ വെളിയിൽ പോയി സംസാരിക്കണോ? ഏതാ സൗകര്യം എനിക്ക്? നിക്കടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? ബൈ ബർത്ത് നീ മിണ്ടാപ്രാണിയാണോ മോനെ? ഏയ്, നീ മിണ്ടാരിടാ. ഇവരെ പാക്ക് ചെയ്യാനാണോ നമ്മൾ വന്നത്? നീ വിക്കറ്റ് വീഴുന്ന കണ്ടാ മതി. രാജു ശാമുൽ. പഴയ പാർട്ടി റീ എൻട്രിയാ? വളരെ സൗകര്യമായി പോയി. കൈയോടെ പൊക്കിയേക്കാം. നിങ്ങളെന്താ ഈ വീട്ടില്? വീട് പൊളിച്ചു പണിയാൻ പോകുന്നു. ചുമ്മാ ഇരിക്കടാ. ഇവിടെ ഒരുത്തനെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്നതാ. പക്ഷെ നിന്നെ കണ്ടതും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എന്തിനാടാ ഇവനോടൊക്കെ ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവിടെ നോക്ക്. അമേരിക്ക, നീ കല്യാണം കഴിക്കാനായി ഒരു പെണ്ണിന്റെ സ്വപ്നം കണ്ട് നടക്കുന്നില്ലടാ. അത് വെറും സ്വപ്നം മാത്രമാണ്. അവൾ നിനക്ക് ചേട്ടത്തി. എന്താണെന്ന് വെച്ചാ ഇവൻ നിന്റെ ചേട്ടനാണെന്ന് അർത്ഥം. ആടാ പോവാ. വെയിറ്റ് ശ്യാം, ഇത് കോളേജിലെ പിള്ളേരുകളില്ല. ദിസ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ എം വെരി സീരിയസ്. റീന ജോസഫിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.